രണ്ടു ദിവസമായി കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അമേരിക്കയാണ്. കാരണം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്ക സന്ദർശിച്ചിരുന്നു. ഇന്നിതാ മറ്റൊരു വാർത്തയാണ് അമേരിക്കയിൽ നിന്നും വരുന്നത്. അമേരിക്കയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ടായി, 13 പേർ മരണപ്പെടുകയും 20-ലധികം കുട്ടികളെ കാണാനില്ല. അത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണല്ലോ. ഇതിപ്പോൾ വലിയ വാർത്ത മാത്രമല്ല, വലിയ ട്രോളും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മാൻഡ്രേക്ക് ഇവിടുന്ന് വിമാനം കയറി, അവിടെ മിന്നൽ പ്രളയം എന്ന് പറഞ്ഞാണ് ഈ ട്രോളന്മാർ ഈ സംഭവത്തെ ട്രോളുന്നത്. തികച്ചും ദാരുണമായൊരു സംഭവം. കാരണം ഇത് ആദ്യ സംഭവമല്ല. മുൻപും പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പതിവാണ്. അതെ, അവിടെ ഒന്നുകിൽ ഭൂകമ്പം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇതൊക്കെ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ട്രോളന്മാർ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയെ ട്രോളുന്നത്. വളരെ എന്താ പറയുക, ഹാസ്യാത്മകമായിട്ട് നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന ട്രോളുകളാണ് ഈ ട്രോളന്മാർ തൊടുത്തു വിടുന്നത്. നമ്മുടെ യുക്തിവാദികളും ഈ എന്താ പറയുക നിരീശ്വരവാദികളുമൊക്കെ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കാരണം അത്തരത്തിലാണ് ഇവരുടെ ട്രോളുകൾ. ഇവിടുന്ന് മുഖ്യമന്ത്രി വിമാനം കയറിയതേ ഉള്ളൂ. ഒരു ട്രോള് മാൻഡ്രേക്ക് വിമാനം കയറി അമേരിക്ക മുങ്ങി എന്നൊക്കെയാണ്. ഇത് അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്നൊരു പ്രവചനം ഉണ്ട്. അതെ, 5-ാം തീയതി. അതെ, പക്ഷേ മലയാളികൾ പറയുന്നത് അത് നടക്കില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നടന്നു. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യുക്തിവാദികൾക്കൊക്കെ ഇനി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ട്രോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇവിടെ എന്തായാലും മുഖ്യമന്ത്രി വിമാനം കയറിയതേ ഉള്ളൂ. പക്ഷെ അവിടെ അമേരിക്കയിലെ ടെക്സാസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ഗ്വാഡാലൂപ്പ് എന്ന് പറയുന്ന ഒരു നദി കര കവിഞ്ഞൊഴുകുകയാണ്. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കനത്ത മഴ പെയ്യുകയും ഈ നദി കരകവിഞ്ഞൊഴുകുകയും സമീപ പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലാകുകയും ചെയ്തു. ഈ നദിക്കരയിൽ ഒരു സമ്മർ ക്യാമ്പ് നടക്കുകയായിരുന്നു കുട്ടികളുടെ. അതിൽ ഏതാണ്ട് 750 പേര് പങ്കെടുക്കുന്ന ഒരു സമ്മർ ക്യാമ്പാണ്. അതിൽ നിന്നാണ് 13 പേർ മരിച്ചത്, വെള്ളത്തിൽ മുങ്ങി മരിച്ചത്. 24 പേരെ കാണാനില്ല. ഇതിൽ ഈ മരിച്ചതിലും കാണാനില്ലാത്തതിലും ഏറെയും പെൺകുട്ടികളാണ്. ഇതാണ് ഏറ്റവും ദാരുണമായ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. അധികൃതർക്ക് യാതൊരു തരത്തിലും മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് മിന്നൽ പ്രളയം, അക്ഷരാർത്ഥത്തിൽ മിന്നൽ പ്രളയമാണ് സംഭവിച്ചത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. 100 കണക്കിന് രക്ഷാപ്രവർത്തകർ അവിടെ ഈ കാണാതായവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. പക്ഷെ അത് എത്ര വിജയിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. ഈ ഒരു ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പാണ് അവിടെ നടന്നത്. ഈ സമ്മർ ക്യാമ്പിലേക്കാണ് ഇങ്ങനെ ഇത്തരത്തിൽ പെട്ടെന്ന് മഴ പെയ്യുകയും അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തത്. അതാണ് ഇവിടെ നമ്മുടെ യുക്തിയെ വെല്ലുവിളിക്കുന്നത്. അതിലായിരിക്കുമല്ലേ 20 പെൺകുട്ടികളെ കാണാൻ. അതെ, ഈ 24 പേരെ കാണാതായതും ഇങ്ങനെയാണ്. ഈ പെട്ടെന്നാണ്. ഒരു സമ്മർ ക്യാമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വേനൽക്കാല ക്യാമ്പാണ്. ഈ വേനൽക്കാലത്ത് എങ്ങനെ ഇത്ര അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു, ഇത്തരത്തിൽ മിന്നൽ പ്രളയമുണ്ടായി, അത് എങ്ങനെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അപ്പോൾ അതിനെയാണ് ഈ ട്രോളന്മാർ ഇവിടെ മാൻഡ്രേക്ക് വിമാനം കയറി അമേരിക്ക മുങ്ങി എന്നുള്ള രീതിയിൽ ആക്ഷേപിച്ച് പറയുന്നത്. എന്തായാലും ഈ US കോസ്റ്റ് ഗാർഡും ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസിയും അവിടെ ശക്തമായ പരിശോധനയുമായിട്ട് രംഗത്തുണ്ട്. എല്ലാ സഹായങ്ങളും ഈ പ്രളയത്തിൽ പെട്ടവർക്ക് വേണ്ടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കാണാതായവരെ കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വലിയ രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖല തകർന്നിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചയാണ് നാം കോട്ടയത്ത് 2 ദിവസം മുൻപ് കണ്ടത്. അപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാധാരണക്കാർ ഇങ്ങനെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ, അവർ മരണപ്പെടട്ടെ. പക്ഷെ ഭരണാധികാരികൾക്ക് അമേരിക്കയിൽ പോയാലേ പറ്റുള്ളൂ അല്ലേ? അതെ, അവർക്ക് സർക്കാർ ചെലവിൽ ഈ പാവപ്പെട്ടവൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ചെലവാക്കാൻ, അമേരിക്കയിൽ പോയി ചികിത്സയ്ക്ക് ചെലവാക്കാൻ പണം അനുവദിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ സംവിധാനം. ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് കുറച്ചു പേരെങ്കിലും, നമ്മളെല്ലാവരും എന്ന് പറയുന്നില്ല,
കുറച്ച് രാഷ്ട്രീയ നേതാക്കളെങ്കിലും ഈ ജനപ്രതിനിധികളെങ്കിലും ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. അവർക്ക് കേരളം നമ്പർ 1 ആണെങ്കിൽ പിന്നെ എന്തിന് അമേരിക്കയിൽ പോകുന്നു? ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി മറുപടി പറയണ്ടേ? അവിടെ മറുപടി പറയാതെ ഒളിച്ചോടിയിട്ട് ചോദ്യം ചോദിക്കുന്നവർക്കെതിരെ കേസെടുക്കുക, അവരെ പിടിച്ച് അകത്തിടുക, ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? അവരെ ഉപദ്രവിക്കലാണോ ചെയ്യേണ്ടത്? ന്യായമായ ജനാധിപത്യത്തിൽ എതിർസ്വരങ്ങൾക്ക് പ്രാധാന്യമില്ലേ? പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം, അത് പ്രതിപക്ഷം ആരുമാകട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആകട്ടെ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാകട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനാകട്ടെ, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് സാങ്കത്യമുണ്ട്, അതിന് വലിയ ഗൗരവമുണ്ട്, അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറയണം. അവർ ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. കേരളം നമ്പർ 1 ആണെന്ന് നിങ്ങൾ PR ഏജൻസികളെ വെച്ച് പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചികിത്സയ്ക്ക് അമേരിക്ക പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇത് എവിടത്തെ ന്യായം? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണ്? ഇതിന് ഉത്തരം പറയണ്ടേ? കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എങ്കിൽ നിങ്ങൾ എന്തിന് അമേരിക്കയിലേക്ക് പോകുന്നു? ഇവിടെ ചികിത്സിച്ചാൽ പോരെ? നമുക്കറിയാം, മുഖ്യമന്ത്രി അല്ലാതിരുന്ന കാലത്തും പിണറായി വിജയൻ കേരളത്തിന് പുറത്താണ് ചികിത്സിച്ചിരുന്നത്. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് അത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. അത് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് അല്ല, ഇത് നമ്പർ 1 ഇന്ത്യയിൽ. പിന്നെയും ഒരു ഡയലോഗുണ്ട്, യൂറോപ്യൻ നിലവാരത്തിലാണ്. അതെ. ഈ കേരളം എല്ലാ അർത്ഥത്തിലും യൂറോപ്യൻ നിലവാരത്തിലാണ്. ലഹരിയുടെ കാര്യത്തിലും ഇപ്പോൾ യൂറോപ്യൻ നിലവാരത്തിലായി. സർവത്ര മയക്കുമരുന്നാണ് കേരളത്തിൽ. മയക്കുമരുന്നില്ലാത്ത ഒരു പ്രദേശവും ഇപ്പോൾ ഇല്ല. മുക്കിലും മൂലയിലും മയക്കുമരുന്ന്, അതും സിന്തറ്റിക് ഡ്രഗ്സാണ് എത്തുന്നത്, ഈ രാസലഹരിയാണ് എത്തുന്നത്. അത് നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയും ഭരണ സംവിധാനവും കേരളത്തിന് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യമേഖല കുത്തഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് മുഖ്യമന്ത്രി തന്നെ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയി തെളിയിച്ച് കാണിക്കുന്നത്. മുമ്പ് ഇവിടെ പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തുനിന്ന് തന്നെ നയനാരും VS അച്യുതാനന്ദനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് വളരെ അവശനാണ്. അദ്ദേഹത്തിന് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. എന്തേ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കുന്നില്ല വിദേശത്ത്? VS ഇനി വേണ്ട, ജീവിച്ചിരിക്കേണ്ടെന്നാണോ നിങ്ങളുടെയൊക്കെ താല്പര്യം? അതോ അദ്ദേഹത്തെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കുക? അല്ല, ആ ചർച്ച ഏറ്റവും കൂടുതൽ ഉയർന്നത് പുഷ്പനുമായി ബന്ധപ്പെട്ടാണ്. പിണറായി വിജയൻ സന്ദർശിക്കുമ്പോൾ പുഷ്പൻ വെടികൊണ്ട് അനങ്ങാൻ വയ്യാതെ ഇവിടെ കിടക്കയിൽ കിടക്കുകയാണ്. 25 വർഷത്തിലധികം, എത്ര കാലമാണ്, ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കിടക്കയിൽ തന്നെ കിടന്നു. ഇതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല, ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. പകരം അത് പാർട്ടിക്കാർ ചോദ്യം ചെയ്താൽ അവർ കുലംകുത്തികളായി മാറും. വീട്ടിൽ മാഷാ അള്ളാ സ്റ്റിക്കർ പതിച്ച ഇന്നോവ കാർ വരികയും ചെയ്യും. പിന്നെ 51 വെട്ടാണ് മറുപടി. അതുകൊണ്ട് പാർട്ടിക്കാരും ചോദിക്കില്ല. പക്ഷേ ചോദിക്കാൻ ധൈര്യമുള്ളവർ ഈ നാട്ടിലുണ്ട്. പ്രതിപക്ഷ കക്ഷികളുണ്ട്, അതുപോലെ പൗരന്മാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അവരൊക്കെ ചോദിക്കും. അവർ ചോദിക്കുമ്പോൾ മറുപടി പറയും. ഇത് ട്രോളന്മാരുടെ ട്രോളിനെയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അതൊക്കെ വെറും തമാശയായിട്ട് കരുതാം. പക്ഷെ അതൊന്നും നമ്മുടെ കാരണഭൂതനായ മുഖ്യമന്ത്രി തമാശയായിട്ട് കരുതും എന്ന് തോന്നുന്നില്ല. അത്തരക്കാരെയൊക്കെ പിടിച്ച് അകത്തിടുന്ന, നമുക്കറിയാമല്ലോ എത്ര യൂട്യൂബർമാരെ കേസെടുത്തു, അവരെയൊക്കെ പ്രതികളാക്കി, അവർക്കൊക്കെ എന്തൊക്കെ മാനസിക പീഡനം നൽകി എന്നൊക്കെയുള്ളത് നമുക്കറിയാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് ഇവർക്ക് അത്ര എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റാത്തൊരു കക്ഷി ആയതുകൊണ്ടായിരിക്കാം ഈ കായികമായ പീഡനങ്ങൾ, ശാരീരികമായ പീഡനങ്ങളൊന്നും ഇത്തരക്കാർക്ക് കൊടുക്കാത്തത്. പക്ഷേ മാനസികമായ പീഡനം വളരെയധികം കൊടുക്കുന്നുണ്ട് പോലീസിനെ ഉപയോഗിച്ച്. പോലീസിനെ ഒരു മർദ്ദനോപകരണം ആക്കിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഒരു മാനസിക പീഡനോപകരണമാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയാണ്. എന്തായാലും ഈ ടെക്സാസിൽ അവിടെ ചെന്ന് പ്ലെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇവിടെ ഇറങ്ങിയോ എന്ന് എനിക്കറിയില്ല, ഇന്നലെ വൈകിയാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് യാത്രയായത്. പിന്നെ അദ്ദേഹം കുടുംബസമേതം പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിൽ എത്ര സത്യമുണ്ടെന്നും ഒക്കെ ഉള്ളത് ഇനി അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ട്രോളന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി ഇവിടുന്ന് അദ്ദേഹം കയറിയ ഫ്ലൈറ്റ് പറന്നു പൊങ്ങിയ ഉടൻ തന്നെ, വിമാനം പറന്നു പൊങ്ങിയ ഉടൻ തന്നെ അമേരിക്കയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി. അവിടെ വലിയ മിന്നൽ പ്രളയം ഉണ്ടായി. 10-13 പേര് കൊല്ലപ്പെട്ടു, കുറേ പേരെ കാണാനില്ല. ഇതിനു മുമ്പും അങ്ങനെയായിരുന്നു. മുമ്പും ഇവിടുന്ന് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് യാത്രയാകുമ്പോൾ അവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നാണ് വാർത്തകൾ വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ട്രോളന്മാർക്ക് നല്ലൊരു അവസരമായി ട്രോളാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.